ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ദൃഷ്ടിദോഷത്തെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നാവുദോഷം. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഈവിൾ ഐ, നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു പഴഞ്ചൻ ആശയമാണെന്ന്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, വിവാഹം കഴിഞ്ഞിട്ട് വരുന്ന ആ പെൺകുട്ടിയെയും ആൺകുട്ടിയെയും നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം അവർക്ക് ആരതി ഒഴിയും. അതിനുശേഷം ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് അരുത്ത വെള്ളം, അതായത് ചുണ്ണാമ്പും മഞ്ഞളും എല്ലാം കൂടെ കലക്കിയ ഒരു വെള്ളം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നാരങ്ങാ നീരും കൂടെ കലർത്തേണ്ടതാണ്. പക്ഷെ ചിലർ മഞ്ഞളും ചുണ്ണാമ്പും മാത്രമേ കലർത്താറുള്ളൂ. എന്നിട്ട് ആ വെള്ളം, ചുണ്ണാമ്പ് വളരെ പ്രധാനമാണ്. നമ്മൾ ഗുരുതി വെള്ളത്തിലും ചുണ്ണാമ്പ് കലർത്താറുണ്ട്. ആ വെള്ളം, മഞ്ഞൾ, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അത് ആ അരുത്ത വെള്ളം അതും നമ്മൾ ഒഴിഞ്ഞ് അത് കളയാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും നമ്മളിത് ചെയ്യുന്നത്? കാരണം വിവാഹ ദിവസമാണ്. ഒരുപാട് ആളുകൾ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടുണ്ട്. പല വിധത്തിലുള്ള വർത്തമാനങ്ങൾ പലരുടെയും നാവിൽ നിന്നും വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള നോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ നാവുദോഷവും ആ ദൃഷ്ടിദോഷവും ഒക്കെ തന്നെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്രകാരം നമ്മൾ ചെയ്യുന്നത്. ഇന്നും നമ്മളത് ചെയ്യാറുണ്ട്. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നന്നായിട്ട് കരി എഴുതിക്കും. അവരെ പുറത്ത് കൊണ്ടുപോകുമ്പം കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വലിയ കറുത്ത പൊട്ടൊക്കെ തൊട്ട് കൊടുക്കും. അതും എന്തിനാണ്? കണ്ണുദോഷം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിലർ വന്ന് ആ കുഞ്ഞുങ്ങളെ എടുക്കുമ്പം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പോകുമ്പം ഈ കുഞ്ഞുങ്ങൾ ഭയങ്കരമായി കരയും. ആ സമയത്ത് നമ്മൾ എന്താ പറയുന്നത്? ദൈവമേ, കുഞ്ഞിനെ ആരോ കണ്ണു വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കടുകും മുളകും എല്ലാം കൂടെ ഉഴിഞ്ഞിടും. അതും നിങ്ങൾ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അതുപോലെ നാരങ്ങയും നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചിട്ട് ആ വണ്ടി ആദ്യമായിട്ട് ഇറക്കുന്ന സമയത്ത് അവിടെ നാരങ്ങ ഉപയോഗിക്കാറുണ്ട്. ഹോട്ടലുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെള്ളത്തിനകത്ത് നാരങ്ങ ഇട്ട് വെച്ചിരിക്കുന്നത്? അങ്ങനെ നാരങ്ങയും നമ്മൾ ഈ ദൃഷ്ടിദോഷത്തിന് ആയിട്ട്, അതിനൊരു പരിഹാരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സിന്ദൂരം തൊടുന്നതും ദൃഷ്ടിദോഷത്തിന് ഒരു പരിഹാരമാണ്. കാരണം ഈ സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്നത്, നമ്മൾ ഇപ്പോഴും മേടിക്കുന്ന ഈ കെമിക്കൽ സിന്ദൂരമല്ല. ശരിയായ സിന്ദൂരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മഞ്ഞളും നാരങ്ങയുടെ നീരും ചുണ്ണാമ്പുമൊക്കെ ചേർന്നിട്ടാണ് സിന്ദൂരം നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ആ സിന്ദൂരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹിതരായ പെൺകുട്ടികൾ ആ സിന്ദൂരം തൊടുമ്പോൾ ഒരു ദൃഷ്ടിദോഷമാണ് അവിടെ നിന്ന് മാറുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അതല്ലാതെ ഇവൾ വിവാഹിതയാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമല്ല. സിന്ദൂരവും ദൃഷ്ടിദോഷത്തിന് പരിഹാരമാണ്. വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും, വിവാഹിതരാണെങ്കിൽ സീമന്തരേഖയിൽ സിന്ദൂരം അണിയാറുണ്ട്. അതല്ലാത്ത മനുഷ്യരാണെങ്കിൽ പോലും അവർ നെറ്റിയിൽ സിന്ദൂരം തൊട്ട് കഴിഞ്ഞാൽ ദൃഷ്ടിദോഷത്തിൽ നിന്നും പരിഹാരമുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി മറ്റു ചില കാര്യങ്ങൾ, നാവുദോഷം. ചിലർ പറയും, എൻ്റെ മകൻ നന്നായി പഠിക്കും, ഇങ്ങനെ എല്ലാവരോടും പറയും. അത് അവരുടെ ഒരു സന്തോഷം കൊണ്ട് അവർ പറയുന്നതാണ്. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും, അത്ര നന്നായിട്ട് ഇപ്പം നമ്മുടെ മകൻ പഠിക്കുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് എൻ്റെ കുഞ്ഞിന് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വീടും പറമ്പും മേടിക്കാനായിട്ട് പോവുകയാണ്. നമ്മളെല്ലാവരോടും അങ്ങ് പറയും, എൻ്റെ കയ്യിൽ ഇത്രയും രൂപയുണ്ട്, ഒരു വീടും പറമ്പും മേടിക്കണം എന്ന് വിചാരിക്കണം. അപ്പം നമ്മുടെ ആഗ്രഹം
നമ്മൾ മറ്റുള്ളവരോട് പറയുകയാണ്. ചിലപ്പോൾ നമ്മൾ വീടും പറമ്പും മേടിച്ചേക്കാം, അതല്ലെങ്കിൽ മേടിക്കാൻ പറ്റാതെയാകാം. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ നാട്ടുകാരോടും വീട്ടുകാരോടും മൊത്തം പറഞ്ഞതിന് ശേഷം നമ്മളിനി വീടും പറമ്പും മേടിച്ചാൽ പോലും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മേടിക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അതുപോലെ തന്നെ PSC പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി നന്നായിട്ട് പഠിക്കും, ആ റാങ്ക് ലിസ്റ്റിലുണ്ട്, ഈ റാങ്ക് ലിസ്റ്റിലുണ്ടെന്നൊക്കെ പറയും. ചിലപ്പോൾ നമുക്ക് കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പം നമ്മൾ വിചാരിക്കും, ഈ നാവുദോഷം കൊണ്ട് ദോഷം അനുഭവിക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മാത്രമാണോ? എന്നിട്ട് എല്ലാവരും പറയുമല്ലോ, അംബാനിയും അദാനിയും ഒക്കെ വലിയ കാശുകാരാണ്, അവർക്ക് ഒരുപാട് പണമുണ്ട്, അവരിപ്പം വളരെ നന്നായിട്ടാണ് ജീവിക്കുന്നത്, ഒരുപാട് ബിസിനസ്സുകൾ അവിടെ തുടങ്ങുന്നു ഇവിടെ തുടങ്ങുന്നു. അവർക്കൊന്നും ഈ നാവുദോഷവും ദൃഷ്ടിദോഷവും ഒന്നും അവരെ ഒന്നും എന്തുകൊണ്ട് ബാധിക്കുന്നില്ല? നമ്മളെ മാത്രമാണല്ലോ ഇതെല്ലാം ബാധിക്കുന്നത്. നമുക്കെപ്പോഴും തോന്നാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? ഒരു മഴ നനയുന്നു, കുറേ കുട്ടികൾ മഴ നനയുകയാണ്. അതിൽ ആ മഴ നനയുന്ന എല്ലാ കുട്ടികൾക്കും പനി പിടിക്കാറുണ്ടോ? ഇല്ല. അതിൽ പ്രതിരോധശേഷി കുറവുള്ളവരും ആരോഗ്യക്കുറവുള്ളവരുമായ ആളുകൾക്കാണ്, അങ്ങനെയുള്ള കുട്ടികൾക്കാണ് പനി പിടിക്കുന്നത്. ഈ നാട്ടിൽ ഒത്തിരി ആളുകൾക്ക് കൊറോണ വന്നു, കൊറോണ വരാത്ത എത്രയോ ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് അത് മാറുകയും തിരിയുകയും ചെയ്യും. ഒരു മനുഷ്യന് അവൻ്റെ ഒരു ഓറയുണ്ട്. ഇപ്പം വലിയ പണക്കാർ, അംബാനി ആയാലും അദാനി ആയാലും ഒക്കെ തന്നെ, അവരുടെ ഓറ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം അവർ നിരന്തരമായി ജോലി ചെയ്ത് അവരുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. ഇപ്പോഴും അവർ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ അവരുടെ ആ ഓറ അത്ര ശക്തമാണ്. അവിടെ ഒരു ദൃഷ്ടിദോഷവും ചെല്ലില്ല. പിന്നെ അവർക്കറിയാം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്ന്. ശരിയായ കാര്യങ്ങൾ അവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. അവർ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ്. ഒരു സ്ഥാനത്ത് അവരെത്തിക്കഴിഞ്ഞു. ഇനി അത് നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം. അതവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. നമ്മൾ കാണാറുണ്ടല്ലോ, വലിയ വലിയ കോടീശ്വരന്മാരും ക്ഷേത്ര ദർശനം നടത്തുന്നതും പൂജകൾ നടത്തുന്നതും ഒക്കെ തന്നെ നമ്മൾ കാണാറുണ്ട്. കാരണം എന്താണ്? അവർക്കറിയാം അവരുടെ സമയത്തിന് വ്യത്യാസമുണ്ടാകുമ്പം അവർ ചെയ്യേണ്ടുന്നതായ കാര്യങ്ങൾ അവർ ചെയ്യണം. എന്നിട്ട് അവർ വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കും. ഇപ്പോൾ ചില മോശ സമയങ്ങളാണ്, ആ സമയത്ത് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളൊക്കെ അവർ വളരെ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് വലിയ പരാജയങ്ങൾ ഉണ്ടാകാത്തത്. പക്ഷേ അശ്രദ്ധയോടുകൂടി തനിക്ക് കിട്ടിയ അവസരങ്ങളെയും ധനത്തെയും കൈകാര്യം ചെയ്യുന്ന ഏത് കോടീശ്വരനാണോ, ഏത് വ്യവസായിയാണോ, ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവനാണോ, കുറച്ച് കഴിയുമ്പം അതിൻ്റെ അഹങ്കാരത്തിൽ അവൻ മതിമറന്ന് തെറ്റു ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ താഴേക്ക് വീഴുക തന്നെ ചെയ്യും. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അത്രയും വലിയ ഒരു ഓറയൊന്നും ആയിട്ടില്ല. കാരണം നമ്മൾ എന്താണ്, വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് അവൻ പഠിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നാളെ അവന് നല്ലൊരു ജോലി കിട്ടുന്നതിനായിട്ട്, നല്ലൊരു ജീവിതം ലഭിക്കുന്നതിനായിട്ട്. നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് നമ്മുടെ ഓറ വളരെ ചെറുതാണ്. അതല്ലെങ്കിൽ നിരന്തരം നാമം ജപിക്കുക, നിരന്തരം ധ്യാനിക്കുക, നിരന്തരം ഭഗവാനോട് അടുത്തു നിൽക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷങ്ങളോ കണ്ണുദോഷങ്ങളോ അതല്ലെങ്കിൽ നാവുദോഷങ്ങളോ ഒന്നും തന്നെ അവരെ ബാധിക്കുകയില്ല. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാത്ത, വല്ലപ്പോഴുമൊക്കെ അമ്പലത്തിൽ പോകുന്ന, പരീക്ഷ എടുക്കുമ്പോൾ അമ്പലത്തിൽ പോവുകയും അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അമ്പലത്തിൽ പോവുകയും ഒരു 5 മിനിറ്റൊക്കെ ദിവസവും നാമം ജപിക്കുകയും അതല്ലെങ്കിൽ ഒന്ന് വിളക്ക് തെളിയിക്കുമ്പം തൊഴുകയും ഒക്കെ മാത്രം ചെയ്യുന്ന ആളുകളുടെ ഓറയും
അല്ലാത്തവരുടെ ഓറയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാധിക്കും. മുമ്പേ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ എല്ലാവർക്കും മഴ നനയുമ്പോൾ പനി പിടിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് അതിനുള്ള ശേഷിയുണ്ട്, അതിനെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ശേഷിയുണ്ട്. നമുക്കതില്ല. അപ്പം നമുക്ക് പനി പിടിക്കും. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നു എങ്കിൽ, നമുക്കിപ്പോൾ ഒരു വീട് മേടിക്കണം, നമ്മൾ അധികം പബ്ലിസിറ്റി അക്കാര്യത്തിൽ കൊടുക്കാതിരിക്കുക. നമ്മുടെ വീട്ടുകാരോടും ബന്ധുക്കാരോടും ഒന്നും അധികം വിളിച്ച് ഈ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാതിരിക്കുക. ഭഗവാനോട് പറയുക. അതിനുശേഷം നമ്മുടേതായ വഴിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. വീടൊക്കെ മേടിച്ച് അതിന് ഒരു പാലുകാച്ചൊക്കെ നടക്കുന്ന സമയത്ത് അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം, അതിൻ്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ബന്ധുക്കളോടൊക്കെ ഒന്ന് പറയുക. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് മേടിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട്, നന്നായിട്ട് പഠിക്കും, ശരി, കുഴപ്പമില്ല, ഒരുമാതിരിയൊക്കെ പഠിക്കും, ഇങ്ങനെ മാത്രമേ പറയാവൂ. PSC പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ശ്രമിക്കുന്നു, കിട്ടുമോ എന്നറിയത്തില്ല, ഇങ്ങനെയൊരു ഒഴുക്ക മട്ടിൽ മാത്രമേ പറയാവൂ. എന്തെങ്കിലും പ്രൈവറ്റിലെങ്ങാനും നോക്കണം, വലിയ പാടാണ്, ഈ രീതിയിലേ പറയാവൂ. അതല്ലെങ്കിൽ ചില മനുഷ്യർ അവരുടെ നാവ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു ദോഷമായി നമ്മളെ ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പറ്റുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? കുളിക്കും. കുളിക്കുന്നത് തന്നെ പല വിധത്തിലുണ്ട്. ആന കുളിക്കും. ആന എങ്ങനെ കുളിക്കും? വെള്ളം കൊണ്ട് നമ്മൾ ആനയെ കുളിപ്പിക്കും. അതല്ലെങ്കിൽ ഒരു കുളത്തിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ആനയെ ഇറക്കി കഴിയുമ്പം ആന വെള്ളം അതിൻ്റെ തുമ്പിക്കൈയിലെടുത്ത് കുളിക്കും. അതല്ല, അതിനെ അങ്ങോട്ടെങ്ങും കൊണ്ടുപോകുന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യും? മണ്ണുകൊണ്ട് കുളിക്കും. സന്യാസിമാർ ഭസ്മം കൊണ്ട് കുളിക്കും. ഭസ്മം വാരിപ്പൂശും തങ്ങളുടെ ശരീരത്തിൽ. പണ്ട് ചൂട് കൂടിയപ്പം, അതായത് അസുരനെ വിഴുങ്ങി ആര്? ഗണപതി ഭഗവാൻ. ആ സമയത്ത് ഗണപതി ഭഗവാന്റെ ശരീരത്തിൽ ഭയങ്കര ചൂടുണ്ടായെന്നും കറുകപ്പുല്ലുകൊണ്ട് മൂടിയെന്നുമാണ് പറയുന്നത്. അങ്ങനെ ചൂട് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതും ഒരു സ്നാനം തന്നെയാണ്. കാറ്റുകൊണ്ട് നമ്മൾ സ്നാനം ചെയ്യും ഇല്ലേ? വലിയ ചൂടൊക്കെ എടുക്കുന്നു, വേർത്ത് നമ്മൾ നിൽക്കുന്നു. AC-യുടെ അടുത്ത് പോയിരുന്നോ, അതല്ലെങ്കിൽ ഒരു ഫാനിൻ്റെ അടുത്ത് പോയിരുന്നോ ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിന് ഒരു പുതു ഊർജം കൈവരുത്തും. അതുപോലെ തന്നെ അഗ്നിസ്നാനമുണ്ട്. ഈ അഗ്നിസ്നാനമാണ് നമ്മൾ വിവാഹം കഴിച്ചു വരുന്ന ഒരു ചെറുക്കനെയും പെണ്ണിനെയും ഒക്കെ നമ്മൾ ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ചിലർ ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് വരുമ്പം നമ്മൾ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റും. അല്ലെങ്കിൽ നല്ല കാര്യത്തിന് പോകുന്ന സമയത്ത് ആരതി ഒഴിഞ്ഞു വിടും. അതൊക്കെ ചെയ്യും. എന്തുകൊണ്ടാണ്? അത് ഒരു സ്നാനം തന്നെയാണ്, അഗ്നിസ്നാനം. ഇതൊക്കെ നമ്മളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുന്നതിനായി പഴയ കാലത്തെ മനുഷ്യർ കണ്ടുപിടിച്ച് വെച്ചിരുന്ന മാർഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ഇവിൾ ഐ അത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചിലരെ അത് പെട്ടെന്ന് ബാധിക്കും, ചിലർക്ക് ബാധിക്കുകയില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു ബന്ധുവാണ്, നമ്മളോട് വളരെ സ്നേഹമാണ്, അവർക്കൊരിക്കലും നമ്മളോട് അസൂയൊന്നുമില്ല, അതുകൊണ്ട് അവരോട് പറയുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് തോന്നും. ശരിയാണ്, അവർക്ക് ഒരു അസൂയയും നമ്മളോട് കാണത്തില്ല. അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട്. പക്ഷേ ചില സമയത്ത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് തോന്നിയാൽ മതി, ഇനിയിപ്പം എന്താ കുഴപ്പം, അവിടെ മോനിപ്പോൾ ഉടനെ തന്നെ ജോലി കിട്ടുമല്ലോ, അവൾക്കിപ്പം നല്ല വീടൊക്കെ മേടിക്കാൻ സാധിക്കുമല്ലോ, എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ, എന്ത് ചെയ്യാം, എൻ്റെ വിധി, ഇങ്ങനെ പറഞ്ഞാലും മതി. ചില സമയത്ത് നമ്മുടെ സമയദോഷമാണെങ്കിൽ നമ്മളെ അത് ബാധിക്കും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ അത് ഒന്ന് രഹസ്യമാക്കി വെക്കുക. ആ നല്ല കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരോട് പറയുക. അതല്ലാതെ എല്ലാം അങ്ങ് ഓപ്പണായി എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് അത്ര നല്ല ശീലമല്ല. അത് നമുക്ക് ദോഷം മാത്രമേ ഉണ്ടാക്കൂ.
ചിലർക്കത് പ്രശ്നമുണ്ടാക്കില്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, പനി വരുന്നത് പോലെ. പക്ഷെ ചിലർക്കത് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങളിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉഴിഞ്ഞൊക്കെ ഇടുക. സിന്ദൂരം നെറ്റിയിൽ തൊടുന്നത് ശീലമാക്കുക. കറുത്ത പൊട്ട് നെറ്റിയിൽ തൊടുന്നത് ശീലമാക്കുക. നാമജപം അത് എല്ലാ ദോഷങ്ങളെയും ഒഴിവാക്കും. അക്കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നാരങ്ങ കൊണ്ടുഴിയുന്നതും വളരെ നല്ലതാണ്. നമുക്കങ്ങനെ തോന്നുകയാണ്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുമ്പം നമുക്ക് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെയുണ്ട്. ചിലർക്ക് പുറത്ത് ആളുകളോടൊക്കെ സംസാരിക്കുമ്പം, വേറെ വീടുകളിൽ പോകുമ്പം, ജോലി സ്ഥലത്ത് അവിടെയൊക്കെ വളരെ സന്തോഷമാണ്. അവിടെയൊക്കെ അവർ വളരെ ആനന്ദിക്കും, ഒരു പ്രശ്നവുമില്ല, കൂട്ടുകാരോടൊക്കെ വളരെ സന്തോഷമായിട്ട് പെരുമാറും. പക്ഷേ ഗേറ്റ് തുറന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ആകെ ദേഷ്യവും മുഷാട്ടയും, ഒന്ന് പറയേണ്ട വഴക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ മനുഷ്യൻ തന്നെയല്ലേ പുറത്ത് നിന്നപ്പം വളരെ സന്തോഷത്തോടു കൂടി നിന്നത്? വീട്ടിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ദേഷ്യം? അതും ഒരു നെഗറ്റീവ് എനർജിയുടെ ഭാഗമാണ്. ആ സമയത്ത് കല്ലുപ്പിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയും. കല്ലുപ്പ് കൊണ്ട് പഴയ കാലത്തുള്ള ആളുകൾ ഉഴിഞ്ഞിടാറുണ്ട്. വീട്ടിൽ കല്ലുപ്പ് ഒരു സ്ഫടിക പാത്രത്തിൽ ഇങ്ങനെ കൂമ്പാരമായിട്ട് എടുത്ത് നമ്മുടെ ആ പ്രധാന ഹോളിൻ്റെ അവിടെ വെക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒരു സ്ഫടിക പാത്രത്തിൽ കല്ലുപ്പിടുക. എന്നിട്ട് അതിങ്ങനെ നിറച്ച് കല്ലുപ്പ് ഇങ്ങനെ കൂമ്പാരം പോലെ, നമ്മൾ നെൽപ്പറയൊക്കെ നിറയ്ക്കുമല്ലോ, അതുപോലെ വെക്കുക. എന്നിട്ട് പ്രധാന മുറിയുടെ അവിടെ വെക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ വെക്കുന്നത്. ബെഡ്റൂമിൽ കല്ലുപ്പ് ഇതേപോലെ വെക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ശ്വാസം മുട്ടലൊക്കെ മാറുമെന്നാണ് പറയുന്നത്. സ്ഥിരമായിട്ട് ആസ്മയുള്ള ആളുകളുടെ മുറിയിൽ കല്ലുപ്പ് ഇതേപോലെ വെക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറയും. അത് 1-2 ദിവസം കഴിയുമ്പം ഈ കല്ലുപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ, നമ്മുടെ സിങ്കിൽ തന്നെ പൈപ്പ് തുറന്നിട്ട് അതിലേക്കൊരു പാത്രത്തിലെങ്ങാനും ഇട്ട് അലിയിച്ചിട്ട് കളയുന്നത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ എവിടെയെങ്കിലും ജലാശയങ്ങൾ അങ്ങനെ കളയുന്നതും നല്ലതാണ്. വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ സിങ്കിൽ കളഞ്ഞാൽ മതി, ഉപ്പല്ലേ, അതങ്ങ് അലിഞ്ഞു പൊക്കോളും. 1-2 ദിവസം, 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം പരമാവധി, അത് കൂടുതൽ വെക്കരുത്. ഇത് മാറ്റണം, അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതമാണ്. ആ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ നമ്മളെപ്പോഴും വിശ്വാസികളായിരിക്കണം, അന്ധവിശ്വാസികളാകരുത്. നീ അത് പറഞ്ഞു, നിങ്ങളത് പറഞ്ഞതുകൊണ്ട് എനിക്ക് ദോഷം വന്നു എന്നും പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് വഴക്കിന് പോകാനോ കൂടുതൽ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാനോ ഒന്നും പാടില്ല. ചില നല്ല കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്നില്ലല്ലോ. നമ്മൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് സാധിച്ചു കഴിയുമ്പോൾ നമ്മളത് പറയുമല്ലോ. അതുകൊണ്ട് അത് മറ്റുള്ളവർക്കൊരിക്കലും ദോഷമുണ്ടാക്കുന്നതല്ല. മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കാതെ നമുക്ക് നന്മയുണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ നമുക്ക് നന്മയുണ്ടാകണമെന്ന് കരുതി മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന നടപടിക്രമങ്ങൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ മുറിയിൽ കുറച്ച് ഉപ്പെടുത്ത് വെക്കുന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഉഴിഞ്ഞിടുന്നത് കൊണ്ടോ, നമ്മുടെ നെറ്റിയിൽ സിന്ദൂരം തൊടുന്നത് കൊണ്ടോ ഒന്നും മറ്റുള്ളവർക്ക് യാതൊരു ദോഷവും ഉണ്ടാക്കുന്നതല്ല. ചില കാര്യങ്ങൾ നമ്മളൊന്ന് മറച്ചു വെക്കുന്നത് അത് നമ്മുടെ കാര്യങ്ങളാണ്. അതല്ലാതെ അതറിഞ്ഞിട്ട് അറിയാഞ്ഞതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അവർക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ മറച്ചു വെച്ചത്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ നമ്മുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുക. വിശ്വാസികളാവണം, അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്. നിങ്ങൾക്ക് പലർക്കും ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം അനുഭവമുണ്ടായിരിക്കാം. എല്ലാവരോടും പറഞ്ഞു നടക്കാതിരുന്ന ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. നാമജപം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സ്ഥിരമായി നാമം ജപിക്കുന്ന ഒരു വ്യക്തി, ഭഗവാനോട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ ഓറ എപ്പോഴും തെളിഞ്ഞതായിരിക്കും. അവനെ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ബാധിക്കുകയില്ല എന്നുള്ളത് വളരെ സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാമജപം ശീലമാക്കുക. അതുപോലെ അസുരഗണത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ, നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ നക്ഷത്രം അറിയാം. അസുരഗണത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ, അസുരഗണത്തിലും മനുഷ്യഗണത്തിലും പെട്ട ആളുകൾ നിർബന്ധമായും
മഹാദേവനെയും ഭദ്രകാളി ദേവിയെയും വേലായുധ സ്വാമിയെയും, അതായത് ശൈവ വിശ്വാസത്തിൽപ്പെട്ട ദൈവങ്ങളെ നിർബന്ധമായും മനുഷ്യഗണത്തിൽപ്പെട്ട ആളുകളും പ്രത്യേകിച്ച് അസുരഗണത്തിൽപ്പെട്ട ആളുകളും പ്രാർത്ഥിച്ചിരിക്കണം. വലിയ ദോഷങ്ങളാണ്, കണ്ണുദോഷങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ചു കൊള്ളുക. അസുരഗണത്തിലും മനുഷ്യഗണത്തിലും പെട്ട ആളുകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദേവിക്ക് ഗുരുതി വഴിപാട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ നടത്തി പ്രാർത്ഥിച്ചു കൊള്ളുക. മാറ്റമുണ്ടാകും. ആഴ്ചയിൽ 1 വെച്ച് നടത്തിയാൽ മതി, അതല്ലെങ്കിൽ മാസത്തിൽ 1 വെച്ച് നടത്തിയാൽ മതി. വളരെ വളരെ മാറ്റമുണ്ടാകും. പക്ഷേ ഗുരുതി വഴിപാട് നടത്താൻ പോവുകയാണെന്ന് നാട്ടുകാരോട് മൊത്തം പറഞ്ഞുകൊണ്ട് പോകരുത്. ദേവഗണത്തിൽപ്പെട്ട ആളുകൾ നിർബന്ധമായും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും മഹാവിഷ്ണുവിന് പുരുഷ സൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തുകയും ചെയ്യണം. അത് എല്ലാ വ്യാഴാഴ്ച തോറും ചെയ്യാം, അതല്ലെങ്കിൽ മാസത്തിൽ ഒരു വ്യാഴാഴ്ച ചെയ്യാം, അതല്ലെങ്കിൽ പക്കപ്പിറന്നാൾ തോറും ചെയ്യാം, അല്ലെങ്കിൽ അനുജന്മ നക്ഷത്രങ്ങൾ. ഇപ്പോൾ പക്കപ്പിറന്നാളിന് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് പീരീഡ്സൊക്കെ ആയിപ്പോയി, അങ്ങനെയെങ്കിൽ അനുജന്മ നക്ഷത്രത്തിൽ ചെയ്താലും മതി. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മളെ ബാധിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള നെഗറ്റീവ് എനർജികൾ, ഇനി നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നെഗറ്റീവ് എനർജികളിൽ നിന്നുമൊക്കെ നമുക്കൊരു സംരക്ഷണം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നാമജപം ശീലമാക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.